SKSSF നേതാവ് സത്താർ പന്തല്ലൂരിന്റെ കൈവിട്ട പരാമർശത്തിൽ പിന്തുണയുമായി സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. ഈ പ്രസ്താവനയെ തീവ്രവാദമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. കൈവെട്ടുമെന്ന പ്രയോഗം പ്രതിരോധത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി. പ്രഭാഷകൻ ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രയോഗത്തിന്റെ പേരിൽ സത്താർ പന്തല്ലൂരിനെ സമസ്ത തള്ളിപ്പറയില്ല. സത്താർ പന്തല്ലൂർ LDF പോലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ ശക്തമായി എതിർക്കുന്ന വ്യക്തിയാണെന്നും ഉമർ ഫൈസി മുക്കം തന്റെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. സത്താർ പന്തല്ലൂർ സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. കൈവെട്ടുമെന്ന പരാമർശം പ്രതിരോധത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അത്തരത്തിൽ കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തീവ്ര വികാരങ്ങൾ ഇളക്കിവിടുന്ന പരാമർശങ്ങൾ പാടില്ലെന്ന് സമസ്ത പ്രാസംഗികർക്ക് നിർദ്ദേശം നൽകി. മതസംഘടനയുടെ ഔന്നിത്യം പ്രസംഗത്തിലും ലേഖനത്തിലും കാത്തു സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പരാമർശത്തിന് പിന്നാലെയാണ് സമസ്തയുടെ ഈ നിർദ്ദേശം. അതിനിടെ സത്താർ പന്തല്ലൂരിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ അറിയിച്ചിരുന്നു. യുവാക്കളെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം. പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് ഇതിനെതിരെ പരാതി നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കൈവെട്ട് പരാമർശത്തിൽ സത്താർ പന്തല്ലൂരിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. IPC 153 വകുപ്പ് പ്രകാരമാണ് മലപ്പുറം പോലീസ് കേസെടുത്തിരുന്നത്. അഷ്റഫ് കളത്തിങ്ങൽ നൽകിയ പരാതിയിലാണ് സത്താർ പന്തല്ലൂരിനെതിരെ കേസെടുത്തത്. നേരത്തെ ഹിന്ദു ഐക്യവേദിയും വിവാദ പരാമർശം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഷൈനുവാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പ്രസംഗം ഭരണഘടനാ വിരുദ്ധവും കലാപാഹ്വാനവും ആണെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. മലപ്പുറത്തെ മുഖദ്ദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ വിവാദ പ്രസംഗം. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകരുണ്ടാകുമെന്നായിരുന്നു പരാമർശം. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സമസ്ത മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ പരാമർശത്തിന് എതിരെ രംഗത്തെത്തിയിരുന്നു. തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സമസ്തയുടെ ശൈലിയല്ലായിരുന്നു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി വ്യക്തമാക്കി. ഇത്തരം പരാമർശങ്ങൾ സമസ്തയുടെ നേതാക്കൾ പറയാറില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അടിയുറച്ചുകൊണ്ട് വിളിച്ചു പറയാനും പ്രബോധനം ചെയ്യാനും ആവശ്യമായ മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് ശക്തി പകരുക, അവരുടെ മാർഗങ്ങൾക്ക് കൂടുതൽ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നൽകുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈ പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും തെറ്റിദ്ധരിപ്പിക്കാനും ഇറങ്ങിയവരുടെ മുമ്പിൽ ഈ പ്രസ്ഥാനത്തിന് ഒരു കോട്ടവും വരുത്താൻ ആർക്കും സാധിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു കൊടുക്കുന്ന മഹാസമ്മേളനങ്ങളാക്കി ആ സമ്മേളനം നമുക്ക് മാറ്റാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.